speed or escape velocity. The minimum velocity that has to be given to a body on Earth's surface so that it escapes from Earth's gravitational pull and never returns to the Earth is called escape velocity. എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ളിൽ നിന്ന് ഒരു ബോഡിക്ക് എസ്കേപ്പ് ചെയ്യാൻ ആവശ്യമായ ആ ഒരു വെലോസിറ്റിയെ അതിനെയാണ് നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. എസ്കേപ്പ് വെലോസിറ്റിയുള്ള എക്സ്പ്രഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാം. ടു എസ്കേപ്പ് ഫ്രം എർത്ത്സ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ദ ടോട്ടൽ എനർജി ഓഫ് ദ ബോഡി മസ്റ്റ് ബി ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓർ for the minimum velocity to escape from the total energy is given by total energy എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മാണ്. പൊട്ടൻഷ്യൽ എനർജി നമുക്കിവിടെ ഓൾറെഡി ലഭിച്ചു Gmm/r ആണ്. ഇവിടെ എർത്തിൻ്റെ കേസ് ആയതുകൊണ്ട് നമ്മൾ ആറിന് പകരം സ്മോൾ ആറിന് പകരം ക്യാപിറ്റൽ R+H എന്നാണ് കൊടുക്കുന്നത്. ക്യാപിറ്റൽ ആർ എന്നത് എർത്തിൻ്റെ റേഡിയസ് എന്നും എച്ച് എന്ന് പറയുന്നത് എർത്തിൽ നിന്നും എത്ര ഹൈറ്റിലാണ് നമ്മുടെ ഓബ്ജക്റ്റ് ഇരിക്കുന്നത് എന്നതുമാണ് അർത്ഥമാക്കുന്നത്. സോ ഈ കേസിൽ നമ്മൾ പൊട്ടൻഷ്യൽ എനർജിക്ക് -Gmm/r+H എന്ന എക്സ്പ്രഷനാണ് നൽകുന്നത്. കൈനറ്റിക് എനർജിക്കുള്ള എക്സ്പ്രഷൻ ഈസ് 12mv². സോ the total energy is given by 12mv² minus Gmm/r+H and that is equal to 0. So we can write 12mv² is equal to Gmm/r+H. Therefore, the velocity of escape or escape velocity is given by V is equal to √2Gm/r+H. If we consider the body is on the surface of Earth, then H is equal to 0. Therefore, we get the expression as V is equal to √2Gm/r. We have capital Gm is equal to small gr². Thus, we can write V is equal to √2gr. അങ്ങനെ എസ്കേപ്പ് വെലോസിറ്റിക്ക് നമുക്ക് രണ്ട് എക്സ്പ്രഷൻസ് ഉണ്ട്. √2Gm/r ക്യാപിറ്റൽ G ഉപയോഗിച്ചിട്ടുള്ളതും √2gr സ്മോൾ g ഉപയോഗിച്ചിട്ടുള്ളതും. ദിസ് ഈസ് കോൾഡ് എസ്കേപ്പ് സ്പീഡ്. സംടൈംസ് വി കോൾ ഇറ്റ് ആസ് എസ്കേപ്പ് വെലോസിറ്റി. ഓൺ ദ സർഫസ് ഓഫ് എർത്ത് എസ്കേപ്പ് വെലോസിറ്റി ഈസ് 11.2 km/s approximately. The escape velocity does not depend on mass of the body. Now, why Moon has no atmosphere? The escape velocity for Moon is 2.3 km/s. But the RMS velocities of gas molecules on the surface of Moon are greater than its escape speed. മൂണിൻ്റെ സർഫസിലുള്ള ഗ്യാസ് മോളിക്യൂൾസിൻ്റെ RMS വെലോസിറ്റിയൊക്കെ ഈ 2.3 km/s ഗ്രേറ്ററാണ്. സോ ദ ഗ്യാസ് മോളിക്യൂൾസ് എസ്കേപ്പ് ഫ്രം ദ മൂൺ. ഹെൻസ് മൂൺ ഹാസ് നോ അറ്റ്മോസ്ഫിയർ. എർത്ത് സാറ്റലൈറ്റ്സ്. വി നോ എർത്ത് സാറ്റലൈറ്റ്സ് ആർ ഓബ്ജക്ട്സ് വിച്ച് റിവോൾവ് around the earth. എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഓബ്ജക്ട്സാണ്, അല്ലെങ്കിൽ ആ സാറ്റലൈറ്റ്സിനെയാണ് നമ്മൾ എർത്ത് സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. എർത്തിൻ്റെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് മൂൺ. ഇറ്റ്സ് ടൈം പീരീഡ് ഈസ് 27.3 days approximately. Then artificial satellites of Earth are examples are Sputnik, Aryabhatta, INSAT, etc. Artificial satellites are used in fields like telecommunication, geophysics, meteorology,
educational purposes, etc. Now, what is orbital velocity of a satellite? The velocity of a satellite in its orbit is called orbital velocity. ഒരു സാറ്റലൈറ്റ് ഓർബിറ്റിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനുണ്ടാവുന്ന വെലോസിറ്റിയാണ് നമ്മൾ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത്. Now we can derive the expression for orbital velocity. Here we consider the centripetal force required for orbital motion of the satellite is provided by gravitational force between satellite and the planet. ഒരു പ്ലാനറ്റും സാറ്റലൈറ്റിനും ഇടയിൽ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് റിക്വയർഡ് ബൈ ദ ഓർബിറ്റൽ മോഷൻ. ഒരു സർക്കുലർ മോഷനിലായിരിക്കുന്ന ബോഡിക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടായിരിക്കുമെന്ന് നമുക്കറിയാം. ആ സെൻട്രിപെറ്റൽ ഫോഴ്സും ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും തമ്മിൽ ബാലൻസ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ സാറ്റലൈറ്റിൻ്റെ റേഡിയസ് r+h, സാറ്റലൈറ്റ് സഞ്ചരിക്കുന്ന ഓർബിറ്റിൻ്റെ റേഡിയസ് r+h എന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഗിവൺ ബൈ mv²/r+h. ആറിന് പകരം നമ്മൾ r+h എന്നാണ് എടുക്കുന്നതെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഗിവൺ ബൈ mv²/r+h ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഗിവൺ ബൈ gmm/r+h². So we can equate them. Therefore, the orbital velocity is given by v is equal to √gm/r+h. A satellite very close to Earth's surface, എർത്തിനോട് വളരെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ we can take h as 0. And this satellite is called or referred to as an Earth satellite. അത്തരം സാറ്റലൈറ്റുകളെ നമ്മൾ Earth satellite എന്നാണ് പറയുന്നത്. So, the expression is given by VO is equal to √gm/r. Also, we know gm is equal to small gr² and VO is equal to √gr. Now, we have to connect escape velocity and orbital velocity. The escape velocity is given by v is equal to √2gr and the orbital velocity is given by VO is equal to √gr. Therefore, we get v is equal to √2 into VO.